വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم والذي يدبر الأمر من السماء إلى الأرض والذي يحيي ويميت والذي ينبت ويخلق ويهلك والذي هو على كل شيء قدير والصلاة والسلام على رسولنا وحبيبنا صلى الله عليه وآله وأصحابه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم حتى نعلم المجاهدين منكم والصابرين ونبلو أخباركم. إذا ما أتاك الدهر يوما بنكبة فافرع لها صبرا ووسع لها صدرا فإن تصاريف الزمان عجيبة فيوما ترى يسرا ويوما ترى عسرا. സ്നേഹാധീനരായ ഈ സംരംഭത്തിൻ്റെ സാരഥികളെ, പ്രവർത്തകരെ, ഈ ഒരു സംവിധാനം ഇവിടെ നടത്താൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ച സംഘാടകരെ, പ്രവർത്തകരെ, സാൽമിയ യൂണിറ്റ് ആതിഥേയത്വം നൽകിയ അതിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദീർഘകാലമായി അല്ലെങ്കിൽ കുറച്ചു കാലങ്ങളായി നമ്മിൽ നിന്ന് മാറി നിന്നിരുന്ന ഈ തർബിയ സംഗമം അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് എന്നതിൻ്റെ ഭാഗമായി വീണ്ടും നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. സഹോദരന്മാരെ, നിങ്ങളോട് സംസാരിക്കാനുള്ളത് സൂചിപ്പിക്കപ്പെട്ട പോലെ ചരിത്രമാണ്. ചരിത്രത്തിന് ഖുർആൻ ചരിത്രമെന്ന പദം ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാമിക ടെർമിനോളജികളിൽ താരിഖ് എന്ന പദം പ്രാമാണികമായി വന്നതല്ല. അതിനുപയോഗിച്ചിരിക്കുന്ന പദം ഖിസ്സ എന്ന പദമാണ്. വളരെ കൃത്യമാണ് പ്രയോഗം. ചരിത്രമെന്ന് പറയുമ്പോൾ ചരിത്ര ഗ്രന്ഥങ്ങളെ നമുക്കറിയാം. പടിഞ്ഞാറും പൗരസ്ത്യരും എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ അത് A to Z വിശദീകരിക്കുകയാണ്. ഖുർആൻ ഒരു ചരിത്രത്തെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴികെ ഒരു പ്രവാചകൻ്റെ ചരിത്രത്തെയും ആദ്യം മുതൽ അവസാനം വരെ ഒരു അധ്യായത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വിശദീകരിച്ചില്ല. അതുകൊണ്ടാണ് ഖസ്സ എന്ന പദം ഭാഷയിൽ ഉപയോഗിച്ചത്. ശകലങ്ങൾ എടുത്തുകൊണ്ട് വചനങ്ങളുടെ, അത്ഭുതങ്ങളുടെ, അല്ലെങ്കിൽ പ്രതിഭാസങ്ങളുടെ, ഈമാനിക ഐഡിയോളജിയുടെയൊക്കെ ഭാഗമായി അതിൻ്റെ ഓരങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ശകലങ്ങളെ വെക്കുമ്പോൾ മനുഷ്യന് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ചരിത്രത്തെ അങ്ങനെ കഷ്ണം മുറിച്ച് നൽകപ്പെട്ടത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നതാണ് ഇന്ന് നമ്മുടെ വിഷയം. എന്തിനാണ് ചരിത്രം എന്നതിന് ഖുർആൻ നൽകുന്ന ഉത്തരം 4 ഉത്തരങ്ങളാണ്. സൂറത്ത് ഹൂദിൻ്റെ 120-ാമത്തെ വചനത്തിൽ അത് കാണുവാൻ കഴിയും. നാം നിങ്ങൾക്ക് ചരിത്രത്തെ പറഞ്ഞു തന്നു. മാ നുസബ്ബിതു ബിഹി ഫുആദക്. തസ്ബീത്തുൽ ഖൽബ്, ഹൃദയത്തിന് സ്ഥൈര്യവും ധൈര്യവും വരിക എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള 1-ാമത്തെ പാഠം. വഫീ ഹാദാ, ചരിത്രത്തിലുണ്ട്, കഥകളിലുണ്ട്, അൽ ഹഖ്, സത്യമാണ്. അസത്യങ്ങളുടെ സത്യവും അസത്യവും സമഞ്ജസമായി സമ്മേളിക്കപ്പെടുന്ന ചരിത്രത്തിൻ്റെ ശകലങ്ങൾ
നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഖുർആൻ പറയുന്ന ചരിത്രം അൽ ഹഖ്, സത്യമാണ്. വമൗഇദത്തുൻ, ഈ ചരിത്രം വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ, ഇതിനെപ്പറ്റി ചിന്തനം ചെയ്യുമ്പോൾ, വമൗഇദത്തുൻ, എവിടുന്ന് ലഭിക്കാത്ത ഉപദേശ നിയമ സംഹിതയാണ്. അതുപോലെ തന്നെ വദിക്റ ലിൽ മുഅ്മിനീൻ, ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ പിന്നോട്ടടിക്കുമ്പോൾ, നമ്മുടെ ഈമാനിക വിഷയങ്ങളിൽ, ആദർശ വിഷയങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ, ചിന്താപരമായ മേഖലകളിൽ പിന്നോട്ടടിക്കുമ്പോൾ വദിക്റ, ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട്, കാലത്തിൻ്റെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട്, വദിക്റ, ചരിത്രത്തിൽ നിന്ന് ഉത്ബോധനം, അങ്ങനെയല്ല സഞ്ചരിക്കേണ്ടത്, ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ചരിത്രം. ഈ 4 ഭാഗങ്ങളാണ് ഖുർആൻ ചരിത്രത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആയാത്തിൽ ഉലിൽ അൽബാബ് എന്ന് സൂറത്ത് യൂസുഫിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഖുർആൻ അവിടെ പറഞ്ഞു, ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ കഥകൾ പറയുന്നത് എന്നുള്ളത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് എന്ന പദം ഖുർആനിൽ 4 തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയ്യൂബ് എന്ന പദം ഹീബ്രു ഭാഷയാണ്, അറബി ഭാഷയാണ്. അതിനർത്ഥം ആബ എന്ന് പറഞ്ഞാൽ അറബിയിൽ നമുക്കറിയാം, ആ ഇബൂന താഇബൂൻ, താഇബ് എന്നാണ് അയ്യൂബിൻ്റെ അർത്ഥം, തൗബ ചെയ്യുന്നവൻ, മടങ്ങുന്നവൻ. അർറാജു ഇലല്ലാഹ്, അത്താഇബു ഇലല്ലാഹ് എന്നതാണ് അയ്യൂബ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ പദത്തിൽ തന്നെ നമുക്ക് പ്രവാചകന്മാരുടെ ഉപയോഗിച്ച പദങ്ങളിൽ തന്നെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ആരാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം? വ്യത്യസ്തമായ രീതികളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വംശാവലി, ജീനിയോളജി. എങ്കിൽ പ്രസിദ്ധരായ പണ്ഡിതരായ ഇബ്നു അസാക്കിറിനെ പോലെ താരിഖ് ദിമഷ്കിൽ, അതുപോലെ തന്നെ ഇബ്നു കസീറിനെ പോലെ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായിലും തഫ്സീർ ഇബ്നു കസീറിലും ഒക്കെ പറയുന്നത് ഹുവ അയ്യൂബ് ബിനു മൂസ ബിനു റസാഖ് ബിനു അൽ ഈസ ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം അൽ ഖലീൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതികളിലെ ഇസ്ഹാഖ് നബിയുടെ വംശാവലിയിലൂടെ കടന്നു വന്ന ഒരു പ്രവാചകനാണ്. അതിന് ഖുർആനാണ് തെളിവ് പറയുന്നത്. സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനം, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ. അപ്പോൾ ആ ദുർരിയതിഹി എന്നുള്ള ദമീർ മടങ്ങുന്നത് യർജിഉ ഇലാ ആദം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, അല്ല യർജിഉ ഇലാ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഇബ്രാഹിം നബിയുടെ വംശാവലിയിലുള്ള ഒരു പ്രവാചകനാണെന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു എന്ന് ചോദിച്ചാൽ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പാണ് ജീവിച്ചിരിക്കുന്നത്. BC 1200-300 കാലഘട്ടത്തിലാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത്. എങ്കിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 1500 അല്ലെങ്കിൽ 600. ഈ 2 അഭിപ്രായങ്ങളാണ് ചരിത്രത്തിലുള്ളത്. മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ഒക്കെ മുമ്പിൽ കടന്നുപോയ ഒരു മനുഷ്യനാണ്. ഇതിനെ നമുക്കറിയാം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, അയ്യൂബ് എന്നൊരു ഗ്രന്ഥമുണ്ട് ബൈബിളിലെ സബൂർ എന്ന ഗ്രന്ഥമുണ്ട്, സങ്കീർത്തനം, സാംസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ തൊട്ടുമ്പ് ജോബ് എന്ന പുസ്തകമുണ്ട്. ക്രിസ്ത്യാനികൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇയ്യോബ് എന്ന് പറയാം. ഇയ്യോബ് എന്ന പുസ്തകത്തിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ ആദ്യം മുതൽ അവസാനം വരെ ഏകദേശം ഖുർആനോട് പറഞ്ഞ സാമ്യമായ രീതിയിൽ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ പല മേഖലകളും കണ്ടെത്താൻ കഴിയും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയയുടെയും ജോർദാൻ്റെയും അടുത്തുള്ള അൽ ബുസൈന എന്ന് പറയുന്ന അല്ലെങ്കിൽ അൽ ബസീന എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് എന്നതാണ് ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. അത് ഏകദേശം സിറിയയുടെ വടക്ക് ഭാഗത്തും ജോർദാനിൻ്റെ തെക്ക് ഭാഗത്തുമായി ഇന്നത്തെ കറണ്ട് സിറിയയുടെയും കറണ്ട് ജോർദാൻ്റെയും തെക്ക് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണെന്നുള്ളതാണ്. ഇദ്ദേഹം മരിച്ചതിന് ഒരുപാട് അഭിപ്രായവ്യത്യാസങ്ങൾ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും ചില ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം മരിച്ചത് സിറിയയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഖബർ എന്ന് പറയുന്നത് അത് സ്വലാലയിലാണ്, പിന്നെ ഒമാനിലെ സ്വലാലയിലാണ് എന്ന് പറയപ്പെടാറുണ്ട്. അല്ലാഹു അലം.
എന്താണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, അല്ലെങ്കിൽ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ചിന്തകൾ എന്താണെന്നുള്ളതാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖുർആൻ നൽകിയത് ഒരു മഹാപ്രബോധകനായിട്ടല്ല, മൂസാ നബിയെ പോലെ, ഇബ്രാഹിം സ്വലാത്തു വസ്സലാമിനെ പോലെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖുർആൻ നമുക്ക് 4ഓളം സ്ഥലങ്ങളിൽ 4ഓളം തവണയായി പരിചയപ്പെടുത്തിയത് ഈ ലോകത്ത് ഭരണം നടത്തിയൊരു പ്രവാചകനായിട്ടോ, അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹാപുരുഷനായിട്ടോ, ഉമ്മത്തിൻ്റെ ജനനായകനായി ഇബ്രാഹിം നബിയെ പോലെ ഒന്നുമല്ല. അദ്ദേഹത്തിൽ നിന്ന് ഉമ്മത്തിന് പഠിക്കാനുള്ളത് ഓരോ പ്രവാചകരിൽ നിന്നും അങ്ങനെ തന്നെയാണല്ലോ, ഓരോ വ്യക്തികളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പഠിക്കേണ്ടതല്ല ഉമർ റളിയല്ലാഹു അൻഹു പഠിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പഠിക്കുന്ന അധ്യായമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിക്കുന്ന പാഠങ്ങളല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമുക്ക് പകർന്നു തരുന്നത്. വ്യത്യാസങ്ങളാണ്, എന്ന വൈവിധ്യങ്ങളാണ്. എങ്കിൽ വൈരുദ്ധ്യങ്ങളല്ല, എല്ലാ വൈവിധ്യങ്ങളും നമുക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടുകളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മംലൂഅത്തുൻ ബിൽ ഇബ്തിലാ, പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇത് തന്നെ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം, പ്രത്യേകിച്ച് ഇന്നൊക്കെ. ഏതൊക്കെ തലങ്ങളിലാണ് ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടത്? സാധാരണ ഞാനും നിങ്ങളും എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മളാരും ഒരു പരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരല്ല. അത് നമുക്കറിയാം. ഭ്രൂണവും അണ്ഡവും സൈഗോട്ടായി നിൽക്കുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞു, അംശാജിൻ നബ്തലി, മനുഷ്യനെന്ന വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അംശാജിൻ നബ്തലി, പരീക്ഷണത്തിൻ്റെ ഭാഗമാണെന്ന്. ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംയോഗാനന്തരം ഫിലോപ്പിയൻ ട്യൂബിലേക്ക് പോകുന്ന അണ്ഡം, ബീജമെന്ന് പറയുന്നത് അണ്ഡവുമായി സംയോജിച്ച് സൈഗോട്ടായി മാറുമ്പോൾ ലിനബ്തലി, പരീക്ഷിക്കപ്പെടുന്നതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എങ്കിൽ ഇതെല്ലാം പുറത്തു വന്ന്, ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു, ജീവനായി ജീവിക്കാൻ തുടങ്ങി. ലിയബ്ലുവക്കും, പരീക്ഷണമാണ്. ഇത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ബാധകമാണ് കേട്ടോ. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അമുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കുമുണ്ട്. ദാരിദ്ര്യമെന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അമുസ്ലിം രാഷ്ട്രങ്ങളാണ്, മുസ്ലിം രാഷ്ട്രങ്ങളല്ല. എന്നാൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ മറ്റു ചില പ്രയാസങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ വൈവിധ്യങ്ങളാണ്, അല്ലെങ്കിൽ ശിക്ഷകളും വൈവിധ്യങ്ങളാണെന്നതാണ്. ഒന്ന് ഫിൽ മാൽ, സ്വത്തിൽ. സ്വത്തെന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ബൈബിളിലെ പഴയ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജോബ് എന്ന പുസ്തകത്തിലും കാണാൻ കഴിയും. പിന്നെ ചില ചരിത്രകാരന്മാരും പറയുന്നുണ്ട് 1000 നാൽക്കാലികളായിരുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സ്വത്ത്. 3000 പശുക്കൾ, 1000 ഒട്ടകങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കൃഷിയിടങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ തന്നെ ഓരോ ഒട്ടകത്തെയും ആടുകളെയും വിൽക്കുന്ന ഫാമിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ 100 കണക്കിന് ആളുകളാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫാമിൽ നിന്ന് പ്രസവിക്കുന്ന പശുക്കളെ പറ്റിയും ഒട്ടകങ്ങളെ പറ്റിയും ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ട് അത് കച്ചവടം നടത്തുന്നു. വലിയ ബിസിനസ്സുകാരനാണ്, ബില്യണർ എന്നാണ് ചില ആളുകൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞത് സ്വത്തിൻ്റെ വിഷയത്തിൽ. എന്നാൽ ആ സ്വത്ത് ക്രമേണയായി ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒഴുകിപ്പോയി. ആലോചിക്കാൻ കഴിയില്ല. നാട്ടിലെ ബില്യണറായി ജീവിച്ച ഒരു മനുഷ്യൻ അങ്ങനെ ക്രമേണ ജീവിതത്തിന് എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടു പോയി. 0 അക്കൗണ്ട് ബാലൻസ് എത്തുന്നൊരവസ്ഥ നമ്മൾ ചിന്തിക്കുക. ഫിൽ അഹ്ൽ, സുന്ദരന്മാരും സുന്ദരികളുമായ 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും എന്നുണ്ട്. അല്ല 13 എന്നുണ്ട്, 5 എന്നും പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഒരുപാട് മക്കളുണ്ടായിരുന്നതാണ്. ഈ മക്കൾ ഓരോന്നായി അഹ്ദാഫിൻ മുഖ്തലിഫ എന്നാണ്, വ്യത്യസ്ത സംഭവങ്ങളിലായി ഓരോ മക്കളങ്ങനെ മരിച്ചു പോയില്ല. ഈ സ്വത്തുക്കളും ഒരു ഭാഗത്ത് റിയൽ എസ്റ്റേറ്റും ഫാമും സ്വത്തും വരുമാനവും എല്ലാം ഒരു ഭാഗത്തും,
മറുഭാഗത്തെയും സുന്ദരന്മാരും സുന്ദരികളുമായ മക്കളുമൊക്കെ ആകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതം വളരെ ആനന്ദകരമാണ്. എന്നാൽ അതെല്ലാം ക്രമേണ പോകുമ്പോൾ നിരാശാജനകമാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ എങ്ങനെയാണ് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്തതെന്നാണ് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്നത്. വഫിൽ ജസദി, സ്വത്ത് തീർന്നു, മക്കൾ, എല്ലാ മക്കളും മരിച്ചുപോയി. അവസാനമുള്ളത് സ്വന്തം ശരീരമാണ്. ആ ശരീരത്തിന് മാരകമായ രോഗമാണ്. അഭിപ്രായങ്ങൾ ശരിയല്ല. പല ആളുകളും വയറിൽ പറയാറുണ്ട്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ തിന്നിട്ട് ആ കഷ്ണം അങ്ങനെ വീഴുമായിരുന്നു എന്നുള്ളത്. അഭിപ്രായത്തെ അധികം മുഫസ്സിരികളും അത് സ്വഹീഹായ മസ്തറിൽ നിന്നല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്ന വയലുകൾ കേൾക്കാറുണ്ടത്. അതിലങ്ങനെ ചില തഫ്സീറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതേ തഫ്സീറിൽ തന്നെ ഈ അഭിപ്രായം ഇഖ്തിലാഫുള്ള അഭിപ്രായമാണെന്ന് പറയുന്നത്. ഏതായാലും മാരകമായ രോഗമായിരുന്നു. ഒരു പ്രവാചകനാണ്, ആ നാട്ടിലെ കുബേരനാണ്, ആ നാട്ടിൽ ആളുകൾക്ക് നൽകിയ സ്വതക്കക്കും സക്കാത്തിനും കണക്കില്ല എന്നാണ്. എന്നും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്യൂ ആണ്. എന്നും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ പണം വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂ നിന്ന ആളുടെ വീട്ടിൽ ഒരു മനുഷ്യനുമില്ല. ഒരു മനുഷ്യനും കടന്നു നോക്കാൻ ഭയപ്പെടുത്തുന്ന രോഗം. അവസാനം കൂടെയുള്ളത് എല്ലാവരും പോയി. ഇബ്രാഹിം സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഈ ലോകത്ത് സാറേ, എനിക്ക് നീയും നിനക്ക് ഞാനും നമുക്ക് മേലെയുള്ള പടച്ചവനും മാത്രമേ ഇവിടെയുള്ളൂ. എല്ലാവരും എൻ്റെ ശത്രു. ഫഇന്നഹും അദുവ്വലി ഇല്ലാ റബ്ബൽ ആലമീൻ. ഈ ലോകത്തുള്ള ഭൂമിയിലുള്ള ആളുകൾ മുഴുവൻ എൻ്റെ ശത്രുക്കളാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനൊഴികെ എന്നുള്ളതാണ്. അങ്ങനത്തെ അവസ്ഥ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നു. ആളുകൾ കാണാമെന്ന് ആളുകൾ ക്രമേണ മാറിപ്പോയി. അവസാനം ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വകുപ്പില്ല. കുബേരയായ തറവാടിയായ ഭാര്യ, ആ ഭാര്യയെ പറ്റി രണ്ട് അഭിപ്രായമുള്ളത്. ഒന്ന്, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനായ അഫ്രാഇൻ്റെ മകളായ റഹ്മത്ത് എന്നാണ് ഒരഭിപ്രായം. രണ്ടാമത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകളായ മൻശഇൻ്റെ മകളായ ലയ എന്ന് പറയുന്ന പെണ്ണാണ് എന്ന് രണ്ടഭിപ്രായമുണ്ട്. ഈ രണ്ടായാലും ഖാനത്ത് സ്വാബിറത്തൻ ഖാനിതതൻ മുത്തഖിയതൻ വ അവ്വാബതൻ ഇലല്ലാഹ്. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു. പ്രസവിച്ച മക്കൾ മുഴുവൻ പോയി, എല്ലാം പോയി. അപ്പോൾ ബാക്കി നിന്നു ഭർത്താവിൻ്റെ കൂടെ ബാക്കി നിൽക്കാൻ അവരെ പ്രചോദനം നൽകിയത് അള്ളാഹു എന്ന ആശയം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, പിന്നെ ഫദ്ഫർ ബിദാത്തി ദീൻ. ഒരുപാട് കാര്യങ്ങൾ സെലക്ട് ചെയ്യും. ദീൻ സെലക്ട് ചെയ്താൽ ഇബ്നു ഖയ്യിം റഹ്മയോട് ആൾ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകളെ ഞാൻ ആർക്ക് കെട്ടിച്ചു കൊടുക്കണം? ഒരൊറ്റത്തരം പെട്ടെന്ന് അദ്ദേഹം പറയാണ്, നിങ്ങളുടെ മകളെ ദീനുള്ള ആൾ മുന്നോട്ട് വന്നോ ഉടനെ അവനേൽപ്പിക്കുക. ദുനിയാവ് അള്ളാഹു നൽകുന്നതാണ്, ദീന് അള്ളാഹ് നൽകിയതാണ്, ദുനിയാവ് വീണ്ടും നൽകാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഭാര്യ കൂടുന്നതാണ്. ഭാര്യ അവസാനം ജോലിക്കിറങ്ങി ദിവസവും ഹുബൂസിലുള്ളതും ഭക്ഷണത്തൊക്കെ ആയിട്ട് കൊണ്ടുവരും വൈകുന്നേരം. അങ്ങനെ ചില ആളുകൾ തിരിച്ചറിഞ്ഞു, ഈ വരുന്ന പെണ്ണെന്ന് പറയുന്നത് മഹാരോഗമുള്ള വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഇനി അയ്യൂബിൻ്റെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ നമ്മളും രോഗികളാവും. ആ അവസരവും തടയപ്പെട്ടു. അവസാനം ഭക്ഷണമില്ലാതെ പുറത്തുപോയി തിരിച്ചു വന്ന അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ റഹ്മത്ത് അല്ലെങ്കിൽ ലയ വന്നത് പിന്നെ ഉംറ കഴിഞ്ഞ് ആണുങ്ങൾ തിരിച്ചു വരുന്ന പോലെയാണ്. ഈ സമയത്ത് ഹുബൂസിൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തലയിലുള്ള മുടി മുഴുവൻ ചുരണ്ടിയിട്ട് അത് വിറ്റിട്ട് ആ കാശുമായി ഭക്ഷണമായി തിരിച്ചു വന്നപ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ തല കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ രോഗം ശിഫയായാൽ ഞാൻ നിന്നെ ഇതിന് പ്രതികാരം ചെയ്ത് അടിക്കുക തന്നെ ചെയ്യും. എനിക്ക് ശിഫ നൽകിയാൽ എന്നെ വേദനിപ്പിക്കുന്നതാണ്. അപ്പോഴൊന്നും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അനങ്ങിയില്ല. അദ്ദേഹത്തിന് പ്രയാസമുണ്ടായില്ല. പരീക്ഷണത്തെ അദ്ദേഹം അങ്ങനെ തരണം ചെയ്തു. ഈ സമയത്താണ്
ഇത് സംഭവം കഴിഞ്ഞ ഉടനെ എന്ന് പറയുന്നുണ്ട്. ഏതായാലും രണ്ടാളുകൾ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വളരെ അടുത്ത രണ്ടാളുകൾ ആ വീട്ടിൽ വന്ന് ഒരു സംസാരം നടത്തി. അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പുറത്ത് കേൾക്കുകയാണ്, ഭാര്യയും കേൾക്കുകയാണ്. സംസാരം എങ്ങനെയായിരുന്നു? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നഹു അദ്നബ ദംബൻ കബീറ, അദ്ദേഹം വല്ലാത്തൊരു പാപം ചെയ്തിട്ടുണ്ട്. ആ പാപമാണ് അദ്ദേഹത്തെ ഇങ്ങനെ രോഗിയാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഈ പാപമാണെന്ന്. ഈ സമയത്ത് ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൂടെ? അപ്പോൾ ഭാര്യയോട് തിരിച്ചു ചോദിച്ചു, എത്ര വർഷം നമ്മൾ ഐശ്വര്യത്തിൽ ജീവിച്ചു? രണ്ട് ഉത്തരങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒന്ന് 50 സന അല്ലെങ്കിൽ 80 സന, 50 വർഷം 40 വർഷം സുഖലോകത്തായിരുന്നു. എത്ര വർഷം നമ്മൾ പ്രയാസം ലഭിക്കുന്നു? രണ്ട് ഉത്തരമാണ്, 8 സന ഔ 18 സന. രണ്ടെണ്ണം ചരിത്രത്തിൽ കാണാൻ ചെറിയ നമ്പറുകളുടെ വ്യത്യാസങ്ങളാണ്. ഒന്ന് 8 വർഷം അല്ല 18 വർഷം. 18 വർഷത്തിലുള്ള പ്രയാസം ലഭിച്ച് 80 വർഷം സുഖം അനുഭവിച്ചില്ലേ? ഈ സമയത്താണ് അള്ളാഹുവിലേക്ക് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വിഷയത്തെ ഉയർത്തുന്നത്. വദ്കുർ അബ്ദന അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. ക്ലേശവും ശിക്ഷയുമായി കൊണ്ട് എന്നെ പിശാചിത പിടികൂടിയിരിക്കുന്നു എന്നൊരു വചനം. വഅയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി ദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. നാഥ, എനിക്ക് പ്രയാസമുണ്ട്, എൻ്റെ ഈ പ്രയാസം നീ മാറ്റിത്തരണമേ എന്നതല്ല, എനിക്ക് പ്രയാസമുണ്ട്, നീ കാരുണ്യവാനാണ്. അല്ലാഹുമ്മ ഇശ്ഫി എന്ന പ്രാർത്ഥന അറിയായിട്ടല്ല, വകാന യസ്തഹി എന്നാണ്. ഇത്ര കാലം ഐശ്വര്യം തന്ന എനിക്ക് ഇനിയൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ അള്ളാഹിനോട് റിക്വസ്റ്റ് ചെയ്യും? അതിന് കുറച്ച് ഞാൻ അനുഭവിച്ചുകൂടെ എന്ന നാണക്കേടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിന് ഖുർആൻ നൽകുന്ന ഉത്തരം സബബിയാണ്. ഫസ്തജബ്നാ ലഹു, ഉടനെ ഉത്തരം നൽകി. ആ ഒരു പ്രാർത്ഥന അർശിലെത്താൻ കാത്തു നിൽക്കുകയായിരുന്നു പടച്ചവൻ. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, ആ പ്രയാസം മാറ്റി. വആതൈനാഹു വഅഹ്ലഹു വമിസ്ലഹു മഅഹും റഹ്മത്തുൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. എങ്ങനെയാണ് മാറ്റിയത്? ഉർഖുദ് ബിരിജ്ലിക്, ബൈബിളിലും ഖുർആനും പറയുന്ന ഏകദേശം സാമ്യമായ വാക്കാണ്. കാലുകൊണ്ട് നീ ചവിട്ടുക. ഹാദാ, ഇത്, ഈ വെള്ളം, മുഅ്തസലുൻ ബാരിദുൻ വശറാബ്, കുടിക്കാനും കുളിക്കാനുമുള്ള തണുത്ത വെള്ളമാണ്. അവിടെ നീ കാലുകൊണ്ട് ചവിട്ടുക. സാധാരണ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ ഈ ബൈത്തുൽ ഖലാ, അതായത് ഈ അന്ന് ഷവർ റൂമോ ബാത്റൂമോ ഒന്നുമില്ലല്ലോ, പുറത്ത് ഖല ആണ്. ഖല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരിക്കുക എന്ന്, ആളുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ള പ്രയോഗത്തിൽ അങ്ങനെ ഖല എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ പോകുമ്പോൾ ഭാര്യ കഴുകാനുള്ള പാത്രവുമായി പുറത്ത് കാത്തു നിൽക്കാറുണ്ട്. അപ്പം അന്ന് ഭാര്യ പുറത്ത് മറക്കരിക്കാൻ പോയ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സമയത്ത് കുറച്ച് സമയം എത്താൻ വൈകി. അങ്ങനെ അദ്ദേഹം എവിടെയാണെന്നറിയാൻ വേണ്ടി തിരഞ്ഞു നോക്കുമ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നില്ല. വേറൊരു മനുഷ്യൻ അവിടുന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഐ ബാറക്കല്ലാഹു ഫീക്, അള്ളാഹ് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യട്ടെ. ഹൽ റഅയ്ത നബിയല്ലാഹ് ഹാദൽ മുബ്തലി, ഒരു വളരെ രോഗം ബാധിച്ച അള്ളാഹിൻ്റെ ഒരു പ്രവാചകൻ നിങ്ങൾ കണ്ടിരുന്നോ? ഫവല്ലാഹി അലാ ദാലിക മാ റഅയ്തു അഹദൻ അശ്ബഹ ബിഹി, താങ്കളെപ്പോലെ അത്ര സാദൃശ്യം എൻ്റെ ഭർത്താവുമായി സാദൃശ്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഖാല, രണ്ടഭിപ്രായമുള്ളത്. ഇന്നഹു അന, അതാണ് ഞാൻ. ഖാല അന അയ്യൂബ്, ഞാനാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. സഹോദരന്മാരെ, ഫിസിക്സ് അല്ല ഇത്, കെമിസ്ട്രി അല്ല ഇത്, ബയോളജി അല്ല ഇത്, മെഡിക്കൽ സയൻസ് അല്ല ഇത്. എല്ലാത്തിനും അപ്പുറമാണ് ഷിഫാഉൻ റൂഹിയൻ, ആത്മീയമായ ചികിത്സ. എല്ലാത്തിനപ്പുറമാണ് അള്ളാഹു നൽകുന്ന അപാരമായ സംരക്ഷണം. എല്ലാത്തിനപ്പുറമാണ് പ്രാർത്ഥനയിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, അതിൻ്റെ തീച്ചുളയിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിച്ച് സായുജ്യമടയുമ്പോൾ അവന് നൽകുന്ന, പടച്ചവൻ നൽകുന്ന സമ്മാനം. ആ സമ്മാനമാകുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന
ചരിത്ര പുരുഷൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ള പാഠം എന്ന് പറയുന്നത് ഒന്ന് അസ്വബർ, ക്ഷമയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരിക്കർത്ഥം, ഭാഷയിലർത്ഥം തഹമ്മലാണ്, പൊന്തിക്കാൻ കഴിയണം, വഹിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. ചിലതൊക്കെ നമ്മൾ സഹിക്കുമ്പോൾ, ചിലതൊക്കെ നമ്മൾ വഹിക്കുമ്പോൾ നമുക്കൊരുപാട് ഉപകാരങ്ങൾ പിന്നെ ലഭിക്കും. നേരത്തെ പറഞ്ഞ സ്വത്തിൽ ജോലി നഷ്ടപ്പെടും. ജോലി നഷ്ടപ്പെട്ട ഞാനെന്ന വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ലല്ലോ. ഒന്ന് ആലോചിക്കുക, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് 18 വർഷം തീക്ഷണമായ പരീക്ഷ ഉണ്ടായിട്ടും, മക്കൾ മുഴുവൻ പോയിട്ടും, എല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ആ 50 വർഷത്തെ സുഖജീവിതത്തെയാണ് ആലോചിച്ച് സന്തോഷിച്ചത്. എന്നാൽ ആ ഒരു ക്ഷമയുടെ കാരണം രണ്ടാമത് അള്ളാഹുവിൻ്റെ ഖദാഇലും ഖദറിലും തൃപ്തിപ്പെടണമെന്നുള്ളതാണ്. ഫമൻ റളിയ ഫലഹു റിള വമൻ സഖിത ഫലഹു സഖത് ഖാല റസൂലുള്ളാഹ്. അള്ളാഹ് ചില വിഷയങ്ങൾ പരീക്ഷിക്കുമ്പോൾ അതിൽ തൃപ്തിപ്പെട്ടാൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്. അല്ല, എന്തേ പടച്ചോനെ നീ എന്നെങ്ങനെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, കോപിച്ചാൽ അള്ളാഹുവിൻ്റെ കോപവും നമ്മിലുണ്ടാകും. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് പറഞ്ഞ പോലെ സുബ്രൻ ജമീല മാ അഖറബൽ ഫറജ മൻ റാഖബല്ലാഹ ഫിൽ ഉമൂരി നജാ. മനോഹരമായി ക്ഷമിക്കൂ സഹോദര. എത്ര സുന്ദരമായ എക്സിറ്റാണ് ക്ഷമ എന്ന് പറയുന്നത്. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളിലും നിരീക്ഷണം നടത്തിയാൽ, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്ന ചിന്തയുമുണ്ടായാൽ നജ, എത്ര വിഷയങ്ങളിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടുക. മൻ സദ്ദഖല്ലാഹ ഫിൽ ഉമൂരി അതാ. ഓരോ വിഷയങ്ങളിലും അള്ളാഹുവിനെ സത്യപ്പെടുത്തണം. അള്ളാഹുവേ, നീ കാണുന്നുണ്ടല്ലോ നാഥ, നീ കേൾക്കുന്നുണ്ടല്ലോ നാഥ. അല്ലാഹുമ്മ അൻത അലം വല അലം, അല്ലാഹുമ്മ അൻത അദ്റ വല അദ്രി എന്ന ചിന്ത നമ്മൾ വെക്കുമ്പോൾ ബിൽ ഖൈരി തുഅൻ വമാ ബിഹി അർജ, ഒരു ചാഞ്ചാട്ടമില്ലാത്ത യഥാർത്ഥ മാർഗത്തിൽ നിന്ന് പിന്മാറാത്ത ഒരു അനുസരണത്തിൻ്റെ പാതയിൽ സ്വീകരിക്കുമ്പോൾ ലൈസ മഅസ്സബരി യാ അഖീ സമനുൻ, ക്ഷമയെപ്പോലെ വിലപിടിപ്പുള്ളൊരു വസ്തുവില്ല സഹോദര. തുബാലി അബ്ദിൻ മഅൽ ബലാഇ സജാ, പരീക്ഷണത്തോടുകൂടി ജീവിതത്തെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന മനുഷ്യ, നിനക്ക് മംഗളം. ഇവിടെയാണ് ജീവിതത്തിൽ ചില നാം പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്ന് വെച്ചാൽ, എല്ലാ പരീക്ഷണങ്ങളുണ്ടെങ്കിലും പരീക്ഷണങ്ങൾ ബാധിച്ചാൽ തിരിച്ചു കിട്ടുന്ന അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ഭാര്യയിൽ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും യുവത്വം തിരിച്ചു കൊടുക്കുന്നതാണ്. നേരെ പിന്നെ കാലും കൈയും കഴുകി മുഖവും കഴുകി തിരിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് സ്വർണവും ആകാശത്തിൽ നിന്ന് ഗോതമ്പിൻ്റെ കൂനകളും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഇതുപോലെ ഖുർആൻ പറഞ്ഞു, അതല്ല അതിനപ്പുറം 7 ആൺകുട്ടികളാണെങ്കിൽ 14 ആൺകുട്ടികൾ, 3 പെൺകുട്ടികളാണെങ്കിൽ 6 പെൺകുട്ടികൾ, 1000 ഒട്ടകങ്ങളാണെങ്കിൽ 2000 ഒട്ടകങ്ങൾ, വീണ്ടും ആ സ്വത്തുക്കളെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇമാം മുസ്ലിം പോട്ടി എന്നൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ ഇല്ലാ ഖാല മാ അമറഹുല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ ഇല്ലാ ആജറഹുല്ലാഹു ഫീ മുസീബതി. മറ്റൊരു റിപ്പോർട്ടിൽ വ അഖ്ലഫഹുല്ലാഹു ഖൈറൻ മിൻഹു. ഒരാൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചു, വണ്ടിടിച്ചു, വണ്ടി ടോട്ടൽ ലോസായി, സക്രാബ് കൊണ്ടേ കൊടുത്തു. അള്ളാഹ് 5000 ദിനാറിൻ്റെ വണ്ടി, ഫുൾ ഇൻഷുറൻസ് ഇല്ല, പോയില്ലേ, കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുള്ളൂ. എന്ത് നഷ്ടമായാലും ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ചൊല്ലുക. അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബതി, അല്ലാഹുവേ
ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, വഅഖ്ലിഫ് ലീ പകരം നൽകണമേ, ഖൈറൻ മിൻഹാ ഇതിനേക്കാൾ വലുത്. ആ ഹദീസ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇല്ലാ ആജറഹുല്ലാഹു ഫീ മുസീബത്തി, അള്ളാഹ് ആ മുസീബത്തിന് ഒരു 5000 ദിനാറിൻ്റെ പ്രാണനാണെങ്കിൽ 10000 ദിനാറിൻ്റെ വണ്ടി വാങ്ങാനുള്ള പണത്തിൻ്റെ സ്രോതസ് ഈ അടിമക്കത് നൽകും. നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു മകനാണ് നഷ്ടപ്പെട്ടെങ്കിൽ 2-3 മക്കൾ നൽകും. അങ്ങനെയല്ലേ ഹദീസുകൾ നാം ചരിത്രം പഠിച്ചത്? അങ്ങനെ തന്നെയാണ് നാം പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് ബാധിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം, അവർക്ക് ഈ ദുനിയാവിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് ഈ ദീനിൽ ഉറച്ചുനിന്ന് ഹിദായത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സൂറത്ത് ബഖറയിൽ 156, 157 മറക്കാൻ കഴിയാത്ത 2 വചനങ്ങൾ. ഇതേപോലെ സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ വചനത്തിലേക്ക് ചെല്ലുമ്പോൾ, വലനബ്ലുവന്നക്കും, നിങ്ങൾ നാം പരീക്ഷിക്കും, ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ, നിങ്ങളിൽ നിന്ന് ശ്രമിക്കുന്ന, നിർത്താത്ത ശ്രമം നടത്തുന്ന ആളുകളെ തിരിച്ചറിയുന്ന കാലം വരെ പരീക്ഷിക്കും. വസ്വാബിരീൻ, ക്ഷമ ഉണ്ടോ എന്ന് പരീക്ഷിക്കും. വനബ്ലുവ അഖ്ബാറക്കും, നിങ്ങളുടെ ഖബറുകൾ, ഇവിടെ മുഫസ്സിരിങ്ങൾ അധികം പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ജീവിത സന്ധാരണത്തിൻ്റെ വഴികൾ എല്ലാം പരീക്ഷണത്തിന് വിധേയമാക്കും. സഹോദരന്മാരെ, ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ജീവിതത്തോട് ചേർത്തി വെക്കുമ്പോൾ, ജീവിതഗന്ധിയായി വായിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് പഠിക്കാനുള്ളത്, പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക എല്ലാം ഉണ്ട്, പക്ഷേ ക്ഷമിക്കുക ആദ്യമായി. രണ്ടാമത് അള്ളാഹുവിൻ്റെ ഖദാഇൽ തൃപ്തി കൊള്ളുക. എന്നിട്ട് ഭാര്യ ഭർത്താവിനെയോ, ഭർത്താവ് ഭാര്യയെയോ, മക്കൾ പിതാവിനെയോ, പിതാക്കൾ മക്കളെയോ കുറ്റം പറയാതെ അള്ളാഹിൻ്റെ വിഷയത്തിൽ തൃപ്തി കൊണ്ട് ഫതവക്കൽ അലല്ലാഹ് വഇദാ അറദ്ത അൻ തകൂന അഖ്വന്നാസ്, ഈ ലോകത്ത് ശക്തരായി ജീവിക്കണമോ, ഫതവക്കൽ അലല്ലാഹ് എന്ന ഇബ്നു അബ്ബാസിൻ്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കട്ടെ എന്നുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ സെഷൻ, ഈ ചരിത്ര ഭാഗം നിങ്ങളുടെ മുമ്പിൽ പാഠങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.